നന്ദിനി അവളുടെ അച്ഛനമ്മയോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്നു. നന്ദിനിക്ക് 8 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതായി. അവരെ എത്ര ഡോക്ടേഴ്സിനടുത്ത് കൊണ്ടുപോയും ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. അവർക്ക് അവരുടെ മകൾ നന്ദിനിയെക്കുറിച്ചായിരുന്നു വിഷമം. അവർക്കറിയാം അവർ രക്ഷപ്പെടില്ലെന്ന്. ഒരു ദിവസം നന്ദിനിയുടെ അമ്മ അവരുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഇവിടെ നോക്കൂ, എനിക്കറിയാം ഞാൻ രക്ഷപ്പെടില്ലെന്ന്. ഞാൻ പോകേണ്ട സമയമായി. എനിക്കെന്റെ മകളെ വിചാരിച്ചാണ് വിഷമം. ഞാനില്ലാതെ അവൾ എങ്ങനെയിരിക്കും? ഞാൻ പോയതിനു ശേഷം അവളെ നന്നായി നോക്കണം. ഞാനില്ല എന്നതിൻ്റെ പോരായ്മ അവൾ ഒരിക്കലും അനുഭവിക്കരുത്. നിങ്ങൾ അവളെ നന്നായി നോക്കുമെന്ന് എനിക്ക് സത്യം ചെയ്തു തരണം. ഇങ്ങനെയൊന്നും പറയില്ല ജാനകി. നിനക്ക് ഒന്നും പറ്റില്ല. നിനക്ക് വേഗം ഭേദമാകും. നന്ദിനിയെ നീയാണ് നോക്കുന്നത്. ഇതുപോലെ ഉറപ്പായും നീ നോക്കും. കുറച്ചു നാളുകൾക്ക് ശേഷം ജാനകി മരിച്ചു. നന്ദിനിയും അവളുടെ അച്ഛനും അനാഥരായി. നന്ദിനി ഇടയ്ക്കിടയ്ക്ക് അവളുടെ അച്ഛനോട് ചോദിക്കും, അച്ഛാ, അമ്മ എവിടെ പോയി? എനിക്ക് എപ്പോഴും അവരെക്കുറിച്ചാണ് ചിന്ത. എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. മോളെ നന്ദിനി, അമ്മ ദൈവമായി മാറി. എങ്ങനെയോ അച്ഛൻ നന്ദിനിക്ക് ഭക്ഷണം കൊടുത്ത് അവളെ ഉറക്കുമായിരുന്നു. പക്ഷേ ഗണേശന് ഒരുപാട് വിഷമം തോന്നി. നന്ദിനി അമ്മയുടെ സ്നേഹമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്നോർത്ത്. അദ്ദേഹം അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. നന്ദിനിക്ക് ഒരു അമ്മയുടെ സ്നേഹം എങ്ങനെ കിട്ടുമെന്ന്. അടുത്ത ദിവസം അവരുടെ ചെറിയമ്മ അവരുടെ വീട്ടിലേക്ക് വന്നു. അവർ അദ്ദേഹത്തിനോട് വേറൊരു വിവാഹം ചെയ്ത് മരുമകളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴേ നന്ദിനിക്ക് ഒരു അമ്മയെ കിട്ടുള്ളൂ എന്നും പറഞ്ഞു. ബന്ധുക്കളെല്ലാരും ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ട് ഗണേശ് നന്ദിനിക്ക് വേണ്ടി വേറൊരു വിവാഹം ചെയ്യാൻ സമ്മതിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗണേശനും മാല എന്ന പെൺകുട്ടിക്കും വിവാഹം നടന്നു കഴിഞ്ഞു. ഗണേശ് നന്ദിനിയോട് പറഞ്ഞു, മാല നിന്റെ പുതിയ അമ്മയാണെന്ന്. നന്ദിനി പുതിയ അമ്മയെ കണ്ട് ഒരുപാട് സന്തോഷിച്ചു. മാലയ്ക്ക് എപ്പോൾ എവിടെ എങ്ങനെ പെരുമാറണമെന്ന് നന്നായി അറിയാം. അവൾ ഗണേശന് മുമ്പിൽ വെച്ച് നന്ദിനിയെ നല്ല പോലെ നോക്കി. പക്ഷേ ഗണേശ് ജോലിക്ക് പോയതിനു ശേഷം നന്ദിനിയെ മാല ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങി. നന്ദിനി മാല ചെയ്യുന്നത് കണ്ട് ഒരുപാട് വിഷമിച്ചു. പക്ഷേ അവളോടുണ്ടായിരുന്ന പേടിയിൽ അവളുടെ അച്ഛനോട് ഒന്നും പറഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് അവളുടെ അമ്മയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് അവൾ കരയുമായിരുന്നു. കുറച്ചു ദിവസത്തിനുള്ളിൽ മാലയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന്റെ പേര് പൂർവി. പിന്നെ മാല നന്ദിനിയെ നോക്കിയതേയില്ല. ദിവസങ്ങൾ കടന്നുപോയി. രണ്ടുപേരും വലിയവരായി. നന്ദിനി ഒരുപാട് സുന്ദരിയും ബുദ്ധിശാലിയുമായിരുന്നു. പക്ഷേ പൂർവി വളരെ അഹങ്കാരിയായിരുന്നു. ഫ്രണ്ട്സിനൊപ്പം ഷോപ്പിംഗ് പോകുന്നത്, പാർട്ടി ചെയ്യുന്നത്, ഇതൊക്കെയാണ് അവളുടെ പണി. പൂർവിയും അവളുടെ അമ്മയെപ്പോലെ നന്ദിനിയെ ഉപദ്രവിക്കുമായിരുന്നു. ദിവസം മുഴുവനും അവളുടെ പണികൾ ചെയ്യിപ്പിക്കുന്നത്, അവളെ ഉപദ്രവിക്കുന്നത്, ഇതൊക്കെ അവൾ അവളുടെ അമ്മയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നു. അമ്മയും മകളും ചേർന്ന് തന്റെ മകളെ ഉപദ്രവിക്കുന്നത് കണ്ട് അച്ഛൻ ഗണേശ് ഒരുപാട് വിഷമിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ ഞാൻ വേറൊരു വിവാഹം കഴിക്കാതിരുന്നെങ്കിൽ നന്ദിനി ഇത്രയധികം ക്രൂരതകൾ സഹിക്കേണ്ടിയിരുന്നില്ല എന്നോർത്ത് അദ്ദേഹം വിഷമിച്ചു. ഒരു ദിവസം പൂർവി അവളുടെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എന്റെ അലമാരയിൽ ആവശ്യമില്ലാത്ത പഴയ തുണികളൊക്കെയുണ്ട്. കാണാനേ എന്തോ പോലെ. അതൊക്കെ എടുത്ത് നന്ദിനിക്ക് കൊടുത്തേക്ക്. ഞാൻ ഇന്നലെയാണ് പുതിയതായി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നത്. അത് വെക്കാൻ അലമാരയിൽ സ്ഥലമില്ല. പൂർവി, നീ നന്ദിനിക്ക് പഴയ തുണി കൊടുക്കുന്നോ? നിനക്ക് നാണമില്ലേ? എന്റെ മകൾ നിങ്ങളുടെ മകൾക്കല്ലേ തുണി കൊടുക്കുന്നത്? അത് വിചാരിച്ച് നിങ്ങൾ സന്തോഷിക്കണം. പോ മോളെ, നീ റൂമിലേക്ക് പോ. ഈ അച്ഛനും മകൾക്ക് വേറെ പണിയൊന്നുമില്ല. നന്ദിനി കരയാൻ തുടങ്ങി. രമേശ് നന്ദിനിയെ സമാധാനപ്പെടുത്തി. ഒരു ദിവസം പൂർവിക്കൊരു കോൾ വന്നു. അത് കേട്ട് അവൾ സന്തോഷിച്ചു. അവൾ അവളുടെ അമ്മ മാലയോട് പറഞ്ഞു, അമ്മേ, ഇപ്പോഴാണ് എന്റെ ഫ്രണ്ട് സുഷ്മ എന്നെ കോൾ ചെയ്തത്. നമ്മുടെ സിറ്റിയിലുള്ള വലിയ കമ്പനി അവരുടെ മാഗസിനിൽ വരുന്ന കവർ പേജിനായി ഒരു ബെസ്റ്റ് മോഡലെ ചൂസ് ചെയ്യാനായി ഓഡിഷൻ വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു സ്റ്റേജ് ഷോ നടത്തും. ആ സ്റ്റേജ് ഷോയിൽ ഏത് മോഡലാണോ ജയിക്കുന്നത് അവർക്കാണ് ആ ചാൻസ്. ഉറപ്പായും ആ കോമ്പറ്റീഷനിൽ ഞാൻ തന്നെ ജയിക്കണം. എന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെൺകുട്ടിയുടെ ഫോട്ടോ വന്നെങ്കിൽ എനിക്ക് വളരെ ദേഷ്യം വരും. ഹാ മോളെ, നീ നോക്കിക്കോ. നമ്മൾ എങ്ങനെയുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പോകുന്നുവെന്നോ അവിടെയുള്ള എല്ലാവരും നിന്നെ മാത്രമേ നോക്കുകയുള്ളൂ. അമ്മ, സുഷ്മ പിന്നെ ഇതും കൂടെ പറഞ്ഞു. സിറ്റിയിലെ വലിയ ബിസിനസ്മാൻ കിഷോർ ലാലിന്റെ മകൻ പങ്കജും അവിടേക്ക് വരുന്നുണ്ട്. അദ്ദേഹമാണ് ഇത് നടത്തുന്നത്. എല്ലാരും പറയുന്നത്രേ ഫൈനൽ ഡിസിഷൻ അദ്ദേഹം എടുക്കുന്നതായിരിക്കുമെന്ന്. ആഹാ, എങ്കിൽ ഇത് വളരെ നല്ല കാര്യമാണല്ലോ. ഒരേ ഒരു വട്ടം നീ നിന്റെ സൗന്ദര്യം കാണിച്ച് അവരെ മയക്കിയേക്ക്. അത്ര തന്നെ എല്ലാം ശരിയാകും. ഒരുപക്ഷെ അവൻ നിന്നെ കണ്ട് നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചാൽ നമ്മുടെ ലൈഫ് തന്നെ മാറിപ്പോകും. ശരി ശരി, വൈകണ്ട. വേഗം പോയി കോമ്പറ്റീഷന് റെഡിയാവ്. നന്ദിനി അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടു. പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അവളുടെ കീറിപ്പറഞ്ഞ വസ്ത്രവും പാറി പരന്ന മുടിയും കണ്ട് മിണ്ടാതെ നിന്നു. ഗണേശ് നന്ദിനി വിഷമിച്ചിരിക്കുന്നത് കണ്ട് അവളുടെ അടുത്ത് ചെന്ന് അവളെ സമാധാനപ്പെടുത്തി. മോളെ നന്ദിനി, നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണ് മോളെ. ഞാൻ രണ്ടാം കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്തതുകൊണ്ട് നിനക്ക് ഇങ്ങനൊരു അമ്മയെ കിട്ടി.
നിനക്കൊരു അമ്മ വേണമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നാൽ മാലയെ കല്യാണം കഴിച്ചപ്പോൾ അവൾ ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ ജാനകിയോട് നിന്നെ നന്നായി നോക്കുമെന്ന് വാക്ക് കൊടുത്തിരുന്നു. എന്നാൽ ഞാനിപ്പോൾ നിസ്സഹായനാണ്. എന്നോട് ക്ഷമിക്കൂ മോളെ. ഇല്ല അച്ഛാ, നിങ്ങൾ എന്തിനാണ് എന്നോട് ക്ഷമ ചോദിക്കുന്നത്? നിങ്ങൾ കരയണ്ട അച്ഛാ, നിങ്ങളെ കാണുമ്പോൾ എനിക്കും സങ്കടാവുന്നു. ഗണേഷ് ഒരുപാട് വിഷമത്തോടെ അവിടെ നിന്ന് പോയി. ആ സമയത്ത് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോമ്പറ്റീഷൻ ഡേയും എത്തി. പൂർവി കോമ്പറ്റീഷന് റെഡിയാവാൻ വേണ്ടി അവളുടെ അമ്മയോടൊപ്പം ബ്യൂട്ടി പാർലറിലേക്ക് പോയി. നന്ദിനി വളരെ വിഷമത്തോടെ വീട്ടിലിരുന്ന് അവളുടെ അമ്മയെക്കുറിച്ചോർത്തു. അമ്മേ, അച്ഛൻ ചെറുപ്പത്തിൽ എന്നോട് പറയുമായിരുന്നു, നിങ്ങൾ ആകാശത്ത് നക്ഷത്രമായി മാറിയെന്ന്. അമ്മേ, എനിക്കിത് നിങ്ങളുടെ ഓർമ്മകൾ കൂടുതലായി വരുന്നു. ഇന്നാണ് ഞാൻ ഒറ്റയ്ക്കായതുപോലെ കൂടുതൽ തോന്നുന്നു. അമ്മ, നിങ്ങൾ എവിടെയാണ്? എന്റെ അടുത്തേക്ക് വരൂ അമ്മേ. നന്ദിനി അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മുമ്പിലേക്ക് ഒരു വെളിച്ചം വന്നു. പിന്നെ അവൾ ആ വെളിച്ചത്തിൽ അവളുടെ അമ്മയെ കണ്ടു. അവർ നന്ദിനി എന്ന് വിളിച്ചു. എന്തു പറ്റി എന്റെ പുന്നാര മോൾക്ക്? പേടിക്കല്ല മോളെ, ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട്. വാ, അമ്മയുടെ മടിയിൽ കിടന്നോ. അമ്മ, നിങ്ങൾ എന്തിനാണ് എന്നെ വിട്ടുപോയത്? എനിക്കിവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാകുന്നുമ്മ. ഞാൻ എന്ത് ചെയ്യും? ഇനി നിന്നെ ആരും കഷ്ടപ്പെടുത്തില്ല. അമ്മ, ഞാനും പുതിയ അമ്മയെ എന്റെ സ്വന്തം അമ്മയായി കരുതുന്നേ. പക്ഷെ എന്താ അമ്മ അവരെപ്പോഴും എന്നെ കഷ്ടപ്പെടുത്തുന്നേ? അവരെപ്പോഴും പൂർവിയെ മാത്രമാണ് നന്നായി നോക്കുന്നത്. കരയല്ലേ നന്ദിനി, വിഷമിക്കല്ലേ. ഞാൻ നിനക്കിപ്പോ ഒരു സാധനം തരാം. അതിട്ടതും നീ ഒരു ദേവതയെ പോലെ മാറും. ഇതാ മോളെ നന്ദിനി, ഇത് മാന്ത്രിക ചെരുപ്പ്. ഇതിട്ടതും നിന്റെ രൂപം തന്നെ മാറിപ്പോകും. പക്ഷേ നീ മാറിയതും നിന്റെ മുഖം മറച്ചു വെക്ക്. അപ്പോഴേ ചെറിയമ്മയ്ക്കും പൂർവിക്കും നിന്നെ മനസ്സിലാകാതിരിക്കൂ. ഒരു കാര്യം മാത്രം ഓർമ്മയിൽ വെച്ചോ, രാത്രി 12 മണിക്ക് മുൻപ് നീ തിരിച്ചെത്തണം. എന്തെന്നാൽ രാത്രി 12 മണിക്ക് ശേഷം ഈ മാന്ത്രിക ചെരുപ്പ് പ്രവർത്തിക്കില്ല. നന്ദിനി ആ മാന്ത്രിക ചെരുപ്പ് ഇട്ടുടനെ അവൾ സുന്ദരിയായും ഭംഗിയുള്ള സാരിയിലേക്കും അവൾ മാറിയിരുന്നു. നന്ദിനിയെ ഇപ്പോൾ കാണാൻ വളരെ സുന്ദരിയായിരുന്നു. അവളെ കാണാനിപ്പോൾ ഭംഗിയായ മോഡലിനെ പോലെ തന്നെയുണ്ടായിരുന്നു. നന്ദിനി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അവൾ അവളെ തന്നെ നോക്കി. അവളുടെ കീറിയ വസ്ത്രങ്ങൾ ഇപ്പോൾ മനോഹരമായ സാരിയായി മാറി. അപ്പ അവളുടെ അമ്മയുടെ ആത്മാവ് അവളോട് പറഞ്ഞു, നന്ദിനി, ഞാനിപ്പോൾ പുറപ്പെടേണ്ട സമയം വന്നു. തീർച്ചയായും ഈ കോമ്പറ്റീഷനിൽ നീ തന്നെ ജയിക്കും. ധൈര്യമായിരിക്കും, എപ്പോഴും എന്റെ അനുഗ്രഹം നിന്റൊപ്പം തന്നെയുണ്ട്. നന്ദിനി ഒരുപാട് വിഷമത്തോടെ അവളുടെ അമ്മയെ അയച്ചു. അവൾ അവളുടെ സാരി എടുത്ത് അവളുടെ മുഖം മറച്ചു വെച്ചു. പിന്നെ അവൾ ആരുമറിയാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു വലിയ കാർ അവളുടെ മുന്നിൽ വന്ന് നിന്നു. കാറിൽ നിന്ന് ഒരു ഡ്രൈവർ പുറത്തിറങ്ങി നന്ദിനിയെ കാറിൽ കയറിയിരിക്കാൻ പറഞ്ഞു. നന്ദിനിയും കാറിൽ കയറിയിരുന്നു. ആ കാർ നേരെ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്ത് ചെന്ന് നിന്നു. നന്ദിനിയെ കുറിച്ച് പേടിയോടെ തന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങി നിന്നു. അവൾ സ്റ്റേജിന് പുറകെയുള്ള ആ സ്ഥലത്തേക്ക് ചെന്നു. കുറച്ചു നേരത്തിൽ തന്നെ കോമ്പറ്റീഷൻ തുടങ്ങാൻ പോകുന്നു. നന്ദിനി നോക്കിയപ്പോൾ പൂർവിയും അവളുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ നന്ദിനി അവളുടെ മുഖം മറച്ചിരുന്നു. ഷോ സ്റ്റാർട്ടാകാൻ പോകുന്ന ശബ്ദം കേട്ടതും എല്ലാ പെൺകുട്ടികളും ലൈനിൽ നിന്നു. നന്ദിനിയും അവരോടൊപ്പം നിന്നു. മെല്ലെ മെല്ലെ എല്ലാ പെൺകുട്ടികളും സ്റ്റേജിൽ നടക്കാൻ തുടങ്ങി. ഷോ നന്നായി പോയിക്കൊണ്ടിരുന്നു. പൂർവിയും അവളുടെ സാരിയെടുത്ത് സ്റ്റേജിലേക്ക് വന്നു. എല്ലാ പെൺകുട്ടികളും നന്ദിനിയെ തന്നെ നോക്കി ഈ മുഖം മറച്ച പെൺകുട്ടി ആരാണെന്ന്. അപ്പോഴേക്കും നന്ദിനിയുടെ നമ്പർ വന്നു. നന്ദിനിയും സ്റ്റേജിലേക്ക് കയറി. അവൾ സ്റ്റേജിലേക്ക് കയറിയതും എല്ലാവരുടെ കണ്ണും അവളിൽ തന്നെയായിരുന്നു. മുഖം മൂടി വന്ന മോഡലിനെ കണ്ട് എല്ലാരും ആശ്ചര്യപ്പെട്ടു. അവിടെയുണ്ടായിരുന്ന കിഷോർലാലിന്റെ മകൻ പങ്കജും അവളെ തന്നെ നോക്കി നിന്നു. അവിടെയുണ്ടായിരുന്ന എല്ലാ മോഡൽസും നന്ദിനിയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടി ആര്? നന്ദിനി അവിടെയുള്ള എല്ലാവർക്കും കൈകൂപ്പി നമസ്കാരം പറഞ്ഞു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ക്ലോക്കിൽ സമയം 12 ആയിരുന്നു. നന്ദിനി അത് കണ്ടതും ഒരുപാട് പേടിച്ചു പോയി സ്റ്റേജിന് പുറകിലേക്ക് പോയി. പങ്കജ് അവൾ നടക്കുന്നത് കണ്ട് അവനും എഴുന്നേറ്റ് അവളുടെ പുറകെ തന്നെ പോയി. പങ്കജ് പുറകെ വരുന്നത് കണ്ട് നന്ദിനി ഒരുപാട് പേടിച്ചു. മാന്ത്രിക ചെരുപ്പിന്റെ ശക്തി കുറച്ചു നേരം കൊണ്ട് തന്നെ കുറഞ്ഞു. അവൾ വന്ന കാറും അവിടുന്ന് മാഞ്ഞുപോയി. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ഓട്ടോ നിർത്തി അവൾ വേഗം ആ ഓട്ടോയിൽ കയറിയിരുന്നു. അപ്പോൾ അവളുടെ ഒരു ചെരുപ്പ് അവിടെ വീണു. നന്ദിനി ആ ചെരുപ്പ് അവിടെ തന്നെ ഇട്ട് ഓട്ടോറിക്ഷയിൽ കയറിപ്പോയി. നന്ദിനി വീണ്ടും അവളുടെ രൂപത്തിലേക്ക് തന്നെ മാറി. പങ്കജ് വന്ന് അവിടെ നോക്കുമ്പോൾ അവിടെ നന്ദിനി ഉണ്ടായിരുന്നില്ല. അപ്പൊ അവന്റെ കണ്ണ് അവിടെ വീണ് കിടക്കുന്ന നന്ദിനിയുടെ ചെരുപ്പിലേക്ക് പോയി. അവനുടനെ ആ ചെരുപ്പ് കയ്യിലെടുത്തു. അതവന്റെ കയ്യിൽ തന്നെ വെച്ചു. നന്ദിനി എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വീട്ടിൽ തിരിച്ചെത്തി. പൂർവിമാലയും വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നു. എനിക്കിനിയും ഒരു കാര്യം മാത്രമേ മനസ്സിലാകാത്തുള്ളൂ. ആ പെൺകുട്ടി ആര്? സാരി കൊണ്ട് മുഖം മൂടിയില്ലേ ആ പെൺകുട്ടി? അയ്യോ, അതാരോ കുറഞ്ഞ വിലയിൽ വന്ന മോഡലായിരിക്കമ്മേ. നീ വേണമെങ്കിൽ നോക്കിക്കോ, ഈ മത്സരത്തിൽ തീർച്ചയായും ജയിക്കാൻ പോകുന്നത് ഞാനാണ്. പങ്കജിന്റെ കണ്ണു മുഴുവനും എന്റെ മേത്ത് മാത്രമായിരുന്നു.
നന്ദിനി അത് കേട്ട് മിണ്ടാതെ നിന്നുകൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ ഓഫീസിൽ പങ്കജ് അവന്റെ മാനേജറെ വരാൻ പറഞ്ഞിരുന്നു. സുധീർ, കവർ പേജിന് എനിക്ക് ആ മോഡലിനെ തന്നെ വേണം. അന്ന് സാരി ധരിച്ച് മുഖം മൂടിയിരുന്നില്ലേ അവളുടെ ബോഡി ലാംഗ്വേജ് വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് എല്ലാ മോഡൽസിന്റെയും ലിസ്റ്റ് വേണം. ഇന്നലെ മോഡലായി വന്നവരുടെ എല്ലാവരുടെയും ലിസ്റ്റ് എടുത്ത് അവരുടെ വീടിന്റെ അഡ്രസ്സും ഇവിടെ ഫയൽ ചെയ്യണം. ദാ ഈ ചെരുപ്പും ആ മോഡലിന്റേതാ. ഇത് അന്ന് വന്നവരിൽ ആരുടേതാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഈ ചെരുപ്പ് ആരുടെയോ അതാണ് മോഡൽ. പങ്കജ് മാനേജറെ അവിടെ വന്നിരുന്ന എല്ലാ മോഡലിന്റെ വീട്ടിലേക്കും അയച്ചു. മാനേജറും എല്ലാ മോഡൽസിന്റെ വീട്ടിലേക്കും പോയി. പിന്നെ അവരോട് ആ ചെരുപ്പിട്ട് നോക്കാൻ പറഞ്ഞു. പക്ഷെ ആ ചെരുപ്പ് ആർക്കും സൂട്ടായിരുന്നില്ല. മാനേജർ ഓഫീസിലേക്ക് തിരിച്ചെത്തി പങ്കജിനോട് നടന്നതെല്ലാം പറഞ്ഞു. അപ്പോ പങ്കജ് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോ ഇന്നലെ കോമ്പറ്റീഷന് വന്ന ആ പെൺകുട്ടി ആര്? അത്രയും ഭംഗിയുള്ള പെൺകുട്ടി. പങ്കജ് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. രാത്രി അവൻ ഉറങ്ങുമ്പോൾ അവന്റെ സ്വപ്നത്തിൽ നന്ദിനിയുടെ അമ്മയുടെ ആത്മാവ് വന്നു. എണീക്കു പങ്കജ്, നീ ഏത് പെൺകുട്ടിയെ അന്വേഷിക്കുന്നോ ആ പെൺകുട്ടി പൂർവിയുടെ വീട്ടിൽ തന്നെയുണ്ട്. നീ വീണ്ടും നാളെ പൂർവിയുടെ വീട്ടിലേക്ക് പോ. അവിടെയുള്ള വേറൊരു പെൺകുട്ടിക്ക് ഈ ചെരുപ്പിട്ട് നോക്ക്. ആ ചെരുപ്പ് ആ പെൺകുട്ടിക്ക് കറക്റ്റ് ആയിരിക്കും. പെട്ടെന്ന് പങ്കജ് ഉറക്കമുണർന്നു. അവന്റെ സ്വപ്നവും പെട്ടെന്ന് അവസാനിച്ചു. അവൻ ആ സ്വപ്നത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു. അടുത്ത ദിവസം അവൻ ഓഫീസിൽ ചെന്ന് മാനേജറോട് പറഞ്ഞു, മത്സരത്തിൽ പങ്കെടുത്ത പൂർവി എന്ന കുട്ടിയുടെ വീട്ടിലേക്ക് താൻ നേരിട്ട് ചെല്ലണമെന്ന്. പങ്കജ് ഉടനെ പൂർവിയുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ അവന് പൂർവി മാലയും അല്ലാതെ വേറൊരു പെൺകുട്ടിയെയും കിട്ടിയില്ല. അവൻ മാലയോട് ചോദിച്ചു, നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഷോയിൽ പങ്കെടുത്തിരുന്നോ? ഹേ ഇല്ല പങ്കജി, എന്റെ മകൾ മാത്രമേ അവിടെ വന്നുള്ളൂ. വേറെ ആരും എന്റെ മകളുടെ അത്ര സുന്ദരിയായില്ല ആ മത്സരത്തിൽ പങ്കെടുക്കാനായി. അതാരാ വീട് തൂത്തുവാരുന്നത്? അത് പിന്നെ അവൾ ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയാണ്. അതെ, ഇങ്ങോട്ടൊന്ന് വരാമോ? നിങ്ങൾ എന്നെ വിളിച്ചോ? ഈ ചെരുപ്പൊന്ന് നിങ്ങളുടെ കാലിലിടാമോ? പങ്കജ് അങ്ങനെ ചെയ്യുന്നത് കണ്ട് മാലാപൂർവി രണ്ടുപേരും ആശ്ചര്യപ്പെട്ടു. അവർക്ക് ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ല നന്ദിനി ആ മോഡലായിരിക്കുമെന്ന്. നന്ദിനിയോട് പങ്കജ് ആ ചെരുപ്പിട്ട് നോക്കാൻ പറഞ്ഞു. നന്ദിനി ആ ചെരുപ്പിട്ടതും അവളുടെ കാലിലേക്ക് ആ ചെരുപ്പ് കറക്റ്റ് ആയിരുന്നു. പങ്കജ് ഒരുപാട് ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ഇന്നലെ രാത്രി വന്ന ആ മോഡൽ വേറെ ആരുമല്ല, അവൾ തന്നെ. പങ്കജ് നന്ദിനിയോട് മറ്റൊരു ചെരുപ്പും കൂടി എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. നന്ദിനി അകത്ത് പോയി മറ്റൊരു ചെരുപ്പും കൊണ്ടുവന്നു. അത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു നന്ദിനിയാണ് ആ മോഡൽ എന്നറിഞ്ഞപ്പോൾ. അപ്പോ നന്ദിനിയുടെ അച്ഛൻ അവിടേക്ക് വന്നു. നന്ദിനി അച്ഛനോട് സംഭവിച്ചതെല്ലാം വിശദീകരിച്ചു കൊടുത്തു. ഇന്നലെ എങ്ങനെ അവൾ ആ മത്സരത്തിൽ പങ്കെടുത്തു എന്നുള്ളത്. ഗണേഷ് പങ്കജിനടുത്ത് മാലയും പൂർവിയും ചെറുപ്പം തൊട്ടേ അവളെ എങ്ങനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഗണേഷ് വീണ്ടും പറഞ്ഞു, ചെറുപ്പത്തിലെ നന്ദിനിയുടെ അമ്മ മരിച്ചുപോയതുകൊണ്ട് മാലയുടെ അടുത്ത് നിന്ന് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി എന്ന്. അപ്പോ പങ്കജിന് ഓർമ്മ വന്നു, ഇന്നലെ സ്വപ്നത്തിൽ വന്ന ആ അമ്മ സത്യത്തിൽ നന്ദിനിയുടെ അമ്മയാണെന്നുള്ളത്. അപ്പോ അവൻ അവന്റെ സ്വപ്നത്തിനെ കുറിച്ച് അവരോട് പറഞ്ഞു. നന്ദിനി അത് കേട്ട് കരയാൻ തുടങ്ങി. ഗണേഷ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നന്ദിനി, നീ കരയണ്ട മോളെ. കണ്ടോ, അമ്മ നിന്റെ ഒപ്പം തന്നെയുണ്ട്, എപ്പോഴും കൂടെയുണ്ട്. നിന്റെ അമ്മ ഈ ചെരുപ്പ് നൽകി നിന്നെ സഹായിച്ചിരിക്കുന്നു. അങ്കിൾ, നിങ്ങൾ വിഷമിക്കാതെ. ഇവരെ രണ്ടുപേരെയും ഞാൻ പോലീസിൽ ഏൽപ്പിക്കാം. നിങ്ങളുടെ മകളെ ദ്രോഹിച്ചതിന് ഇവർക്ക് ഉറപ്പായും ശിക്ഷ കിട്ടും. അതിവർക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും. ഇല്ല പങ്കജി, അങ്ങനെ ചെയ്യരുത്. എന്റെ അമ്മ അനിയത്തി എങ്ങനെ വേണമെങ്കിലും ഇരുന്നോട്ടെ, പക്ഷെ അവർ എന്റേതാണ്. ദയവ് ചെയ്ത് പോലീസിനെ വിളിക്കരുത്. അനിയത്തെയും അമ്മയും ജയിലിലിടുന്നതിന് ഞാൻ കാരണമാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. കണ്ടോ എന്റെ മോളെ, നിങ്ങൾ എത്രത്തോളം ഇവളെ ദ്രോഹിച്ചിട്ടുണ്ട്, എത്രത്തോളം. എന്നിട്ട് പോലും നിങ്ങൾക്ക് ഒന്നും ആകരുതെന്ന് അവൾ ചിന്തിക്കുന്നു. നിങ്ങൾക്ക് നല്ലത് വരണമെന്നാണ് അവൾ ചിന്തിക്കുന്നത്. ഇനിയെങ്കിലും നന്നാകൂ. ദൈവത്തെ പേടിച്ചെങ്കിലും നന്നാകൂ. നന്ദിനി പറയുന്നത് കേട്ട് മാലയും പൂർവിയും അവരുടെ തെറ്റു മനസ്സിലാക്കി അവരോട് ക്ഷമ ചോദിച്ചു. നന്ദിനി അവരെ നോക്കി ക്ഷമയൊന്നും ചോദിക്കണ്ട എന്ന് പറഞ്ഞു. നന്ദിനിയുടെ കണ്ണുകൾ ഇപ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. അവൾക്ക് അവളുടെ അമ്മയെയും അനിയത്തെയും കിട്ടിയിരുന്നു. Thanks for watching.